വെൽക്കം. അപ്പം നമ്മളിന്ന് കൊച്ചൊരിക്കൽ കേവിലേക്കാണ് പോണത്. നമുക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ ചെറിയൊരു കേവ് ഉണ്ട്, പിന്നെ ഒരു കോളമൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിന്ന് പോണത് കൂട്ടുകാരൻ്റെ 500-ലാണ്. ജസ്റ്റിൻ ഉണ്ട്, ജിനേഷ് ഉണ്ട്, 2 യൂട്യൂബർമാരാണ് കേട്ടോ. ഒടുക്കത്തെ വീഡിയോയിലല്ല രണ്ടുപേരും. അപ്പോൾ പോയിട്ട് ബാക്കിയുള്ള വീഡിയോ അവിടെ വെച്ച് കാണിച്ചു തരാം. ഓക്കെ. ആ റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത് കാക്കനാട് നേരെ ബ്രഹ്മപുരം കയറി കരിമകുളം പുത്തൻകുരിശ്, അവിടെ നിന്ന് ബാക്കി മാപ്പിട്ടാ, അവിടെ നിന്ന് ബാക്കി വഴിയിലാറുകൾക്ക്. ജസ്റ്റ് ഞങ്ങളോടാ കോലഞ്ചേരിക്കല്ലേ ലെഫ്റ്റല്ലേ എടാ. ഇവിടെ ഇതിലേക്കൂടെ ഞാൻ പരീക്ഷയ്ക്ക് പോകില്ല, പോയി ഇവിടുത്തെ കുറേ വഴിയാണ്. അത് ഓരോ വളവെത്തുമ്പോൾ ചോദിക്കണം. ഇത് അഴിച്ചാലോ ക്യാമറ വാഴാടിപ്പോയി ബാക്കി അവരോടൊക്കെ. അപ്പം ഞങ്ങൾ കൊച്ചരിക്കലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള വിഷ്വൽസൊക്കെ നമുക്ക് നോക്കാം. ഇതാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കാം. ഇല്ല തന്നെ ഈ വഴി തന്നെ ഇറങ്ങിക്കോ. ഇനിയിപ്പോൾ ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നൈസായിട്ട് വീഡിയോ എടുക്കും. ഇപ്പം ആരും വന്നിട്ടില്ല. ഓ എന്ത് കൊച്ചരിക്കൽ കേസ്. അപ്പോൾ ഇതാണ് കേട്ടോ മറ്റേ കേവ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് തോന്നണം കേട്ടോ ഈ സ്ഥലം. ഞങ്ങാടും കുറച്ച് നടക്കാണ്ട് അവിടെ 2-3 ആൾക്കാരുണ്ട് അവിടെ. അവർ ഒന്നില്ലെങ്കിൽ അവർ പാസ് ചെയ്തിട്ട് നോക്കാം അങ്ങോട്ട് പോവാം. വെറുതെ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവണ്ട.
ഇച്ചിരി നോക്കി ശ്രദ്ധിച്ചിട്ട് ഇറങ്ങണം കേട്ടോ. കണ്ടോ ശരിയാ, നോക്കി തന്നെ ഇറങ്ങണം. ഇപ്പം ഒന്ന് വീണാന് ജസ്റ്റിന് ഞാൻ ആ കുളത്തിന് അങ്ങോട്ട് പോവാം. ആ കുളത്തിൻ്റെ ആ പോർഷൻ കാണിച്ചു തരാം. ഇതാണ് കുളം. ആ ബാക്കിൽ കണ്ട നേരെ താഴത്ത് അതാണ് കുളം. നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം. അതിന് മുമ്പ് ഈ ഹെൽമെറ്റ് ഒന്ന് ഇവിടെ വെക്കണം നൈസായിട്ട്. ഇവിടെ വെച്ചേക്കാം. സേഫായിരുന്നു. അങ്ങോട്ടുണ്ടോന്ന് അറിയില്ലടാ, അങ്ങോട്ടുണ്ടോന്ന് അറിയില്ല. വിഷ്വൽസൊക്കെ നൈസാടാ. ആദ്യം ഇവൻ്റെ കാറിൽ വരാൻ നിർത്തിരുന്നത് ഞങ്ങൾ, പിന്നെ ബൈക്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ നിർത്ത്. മഴയും കൂടി ആകുമ്പോൾ അറിയാമല്ലോ, ബൈക്കിൽ വന്നത് വേറൊരു മൂടാണല്ലോ. ട്രെയിൻ റൈഡ് അത് നമുക്ക് പറഞ്ഞറിയിക്കാത്ത സുഖമാണ് ട്രെയിൻ റൈഡ് ചെയ്യുമ്പോൾ. മഴ അപ്പോൾ ഇതാണ് കൊള്ളോട്ടെ. ഇത് അത്യാവശ്യപ്പേ വെള്ളമൊക്കെ പോയിരിക്കണേണ്. എന്തായാലും അടുത്ത മാസത്തെ മഴയോടെ ഇനി കൂടും. അപ്പം എന്തായാലും ഇവിടെ വെള്ളം കയറിക്കോളും. ഇദ്ദേഹത്തിന് ഇവിടെ ഷോർട്സ് എടുത്ത് തകർക്കണുണ്ട് ഇവിടെ. ജസ്റ്റിനെ സ്ഥലം കണ്ടാ? സ്ഥലം ഉണ്ട് ഐസല്ലേ? ആ ഇവനെ പിന്നെ ചെയ്യലാണ്. ഇവന് ഇടിക്കുന്ന വന്നേക്കണം. അവന് അവിടെ മൊത്തം ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. അവന് വലിയ പുതുമയൊന്നുമില്ല. ആ മരങ്ങളൊക്കെ അടിപൊളിയുണ്ട്. രണ്ടും വലിയ മരം കണ്ടോ? ദിനേശ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയാലോ? നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് കുളത്തിനങ്ങോട്ട് ഇറങ്ങി വെക്കാം. വാ, വെള്ളം കുറേ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങൂല. എനിക്കൊന്നാ നീന്താൻ അറിയില്ല. ഇവിടെ മീനുണ്ടോ? ആ ഇവിടെ മീനുണ്ട് കുളത്തിൽ. എവിടെ മീൻ? ആ അത് ഇവിടെ ചെറിയ ചെറിയ മീൻ. അപ്പം നമ്മുടെ ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. പുറകെ ഞാൻ ഇറങ്ങാം കേട്ടോ. മണലും ചെളിയുണ്ട്. അയ്യോ പാണ്ട് മുങ്ങ. പിന്നെ എൻ്റെ അകത്ത് കയറുമ്പോൾ പാൻറ് മുങ്ങാണ്ടിരിക്കുമോ? തണുപ്പുണ്ടല്ലോ. തണുപ്പുണ്ട്. ഏയ് പിള്ളേരൊക്കെ ഇറങ്ങി കുളിക്കുന്നൊക്കെയാണ് തോന്നുന്നു. അതെനിക്കറിയില്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വേറെ ആൾക്കാർ പറയണത് ഇവിടെ മറ്റേ കുടിവെള്ളത്തിനൊക്കെ അവിടെ നിന്ന് വെള്ളം എടുക്കണം പറഞ്ഞാൽ വെള്ളം അങ്ങനെ മലിനീകരിക്കും, നശിപ്പിക്കരുത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. വെള്ളത്തിട്ട് വേണ്ട വേണ്ട വേണ്ട, ചെറുതായിട്ടൊന്ന് വീഴാൻ പോയിട്ട് കൈസ് തെന്നുന്നുണ്ട്. പാറയുണ്ട്. ആ പാറയുണ്ട്. പാറല്ല, ചെറിയ കല്ലടാ. ചെറിയ കല്ലാണ്. പാറയല്ല, കല്ല. ആ ഇവൻ അവിടുത്തെ ഭാഷയെ പറയുള്ളൂ എവിടെ പോയാലും. വ്യൂ കൊള്ളാം. കുറച്ചും കൂടെ അങ്ങോട്ട് വേണമെങ്കിൽ പോവാം. വെള്ളം ശരിക്കും കുറവാണ് കേട്ടോ. ഈ മഴക്കാലം വെള്ളം കുറവാണ് ഇവിടെ. അങ്ങനെയാണെന്നില്ല, നേരെ വീട്ടിൽ പോവാ, നിങ്ങളുടെ ഊരിയിടാം. കയറിയോളാം. വേണ്ടല്ല, അല്ല തണുത്തോളം. മേളത്തെ വ്യൂ കൂടി കാണിച്ചു തരാം. അതുകൊണ്ടോ ഇവിടെ വന്ന് കുളിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് കുളിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് കേട്ടോ. ആ ജൂൺ ജൂലൈ മാസത്തിൽ ആ വെള്ളം കൂടുമ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കുളിക്കുക. ആ നല്ല മൂടായിരിക്കും ഇവിടെ.
ഒരു വേനൽക്കാലത്തൊക്കെ ഒരു ആശ്വാസമാണ് അല്ലേ? ചൂടുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സുഖമുണ്ട്. ഒരു സുഖമുണ്ട്. പക്ഷെ കുളിക്കാൻ വേണ്ടേ വെള്ളമില്ല ഇവിടെ ചൂട് സമയത്ത് വന്നു കഴിഞ്ഞാൽ. നമുക്ക് ജൂലൈ അല്ലെങ്കിൽ ജൂണാകുമ്പേ ഒന്നും കൂടി വരാം. ഒന്നുകൂടെ വരണം, വെള്ളമുള്ള സമയത്ത് ഒന്നുകൂടെ വരണം. ഒന്നും കൂടെ വന്നിട്ടൊന്ന് നീന്തി നോക്കാം. നീന്താൻ കാര്യമായിട്ട് അറിയണല്ലോ കേട്ടോ. നീന്തി നിൽക്കാനൊക്കെ ഒന്ന് പഠിക്കണുള്ളൂ. ഇപ്പോൾ വീടിൻ്റെ അടുത്തൊരു പൂളിലൊക്കെ പോയിട്ട് നീന്തി സെറ്റായിട്ടുള്ളൂ. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇതിങ്ങനെ സ്ലോപ്പിലാണ് കിടക്കുന്നത്. ആ സൈഡിൽ വെള്ളം കൂടുതലും ഈ സൈഡിൽ വെള്ളം കുറവ്. ഇന്ന് നീന്തിട്ടൊന്ന് പോയിട്ടൊന്ന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാന്നറിയാം. എൻ്റെ പൊന്നേ, ഞാനില്ല വൈകിട്ട് വീട്ടിൽ പോകണം. നീ വിളിച്ചു പഠിക്കണോ? ജിനീഷ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയല്ലേ? കഴിഞ്ഞു ഷൂവിൻ്റെ വെള്ളം കയറി അല്ലേ? മീൻ കിട്ടുമെന്നാവില്ല. ആ ഷൂവിൻ്റെ മീൻ കറി കഴിഞ്ഞാൽ മീൻ ചത്തു പോകും, ശ്വാസം മുട്ട്. വൈറസാണ് അതിൻ്റെ അകത്ത്. ഒന്നാണ് ബൂട്ടാ. ഗോപ്രോ അങ്ങനെ ആദ്യമായിട്ട് വെള്ളത്തിനടി മുക്കാൻ പോവാണ്. ഇതിന് 39,000 രൂപ. ഓക്കെ ഓക്കെ. മലിനീകരമാക്കുന്നതായിരിക്കും. എടാ വയസ്സാണ് അത്. കുടിവെള്ളമാണത്. നീ കുടിവെള്ളം നശിപ്പിച്ചു. അവൻ വെള്ളം കേടാക്കി. വെള്ള അങ്ങാട് ഞാൻ ചിലവര് കാരണം നട്ടുണ്ട് കേട്ടോ. ചെറു റിസ്ക്കാണ്. താഴത്തേക്ക് ഇങ്ങനെ കയറണമെന്ന്, അല്ലെങ്കിൽ തലയുടെ ചേർത്തെടുക്കും, അല്ലെങ്കിൽ നടുവും കുത്തി കിടക്കും. മൊത്തം കല്ലാണ്. വെറുതെ പണി വാങ്ങണ്ട. വേറെ ഒന്നുമല്ല, നാളെ പണിക്ക് പോകണുള്ളത്. ഈ മരം നോക്കി എന്ത് വലിയ ഉള്ളട്ടാ. ആ റൂട്ട് വന്നൊക്കെ അത് അതിന്റെ അല്ലേ റൂട്ട്. ഈ ഒരു വേരിലാണ് ഈ ഒരു പാറ നിൽക്കുന്നത്. ശരി, നല്ലതാ. മരങ്ങളൊക്കെ ഉള്ള നല്ലതാണ്. അത്യാവശ്യം വെള്ളം കുടിച്ചോളും. അപ്പം ഞങ്ങളെല്ലാം കഴിഞ്ഞ് റിട്ടേൺ അടിക്കണം കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോകണാണ്. പോകണേക്ക് ചെറുതായിട്ടൊന്ന് ചായ പിടിക്കണം, ഒരു കടി കടിക്കണം, അത്രേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ ഞായറാഴ്ച ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമുണ്ട് ഇത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ചെറിയൊരു ഷോട്ടും കൂടെ എടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അവിടുത്തെ എക്സ്പ്ലോറേഷനൊക്കെ ആയിട്ട് നേരെ വഞ്ഞൊഴുകി. മഴയാണല്ലോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടനടിക്കാമെന്ന് ഓർത്ത് ഞാൻ 2 ഫ്രണ്ട്സും കൂടി ഒന്ന് കട്ടനടിക്കാൻ ഈ ചേട്ടൻ്റെ കടയിൽ കയറി. ഇത് പുള്ളിക്കാരൻ്റെ സ്ഥലം തന്നെയാണ്, ഈ പേയാൻ പാർക്ക്. അപ്പോൾ ഇവിടെ കട്ടനടിച്ച് പുള്ളിക്കാരനോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പുള്ളിക്കാരൻ്റെ വീട്. പുള്ളിക്കാരൻ രാവിലെ ഉണ്ടാവും, വൈകിട്ടുണ്ടാവും. ഇവിടെ സ്നാക്സ് എല്ലാം ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഈ കടയുടെ സൈഡിൽ തന്നെ. അപ്പോൾ ലേഡീസിനൊക്കെ വന്നാലും കുഴപ്പമില്ല, ബാത്റൂമിലൊക്കെ പോകാൻ സീനൊന്നുമില്ല. പിന്നെ ഇനി ഇവന്മാർ കഥ പറഞ്ഞ് തീരണല്ല, കണ്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ. ആ പുള്ളിക്കാരൻ പറയണത് ശരിക്കും ഇവിടെ മഴ സമയത്ത് തന്നെ ഒന്നാണ് കേട്ടോ. കാരണം മഴ സമയത്താണ് നല്ല ബ്യൂട്ടി കിട്ടണത് ഇവിടെ. ആ കുളമൊക്കെ വെള്ളം നിറഞ്ഞിട്ട് നീന്താൻ അറിയാവുന്ന ആൾക്കാർക്കൊന്ന് നീന്താട്ടോ. ഇവിടെ മിക്ക പിള്ളേരും വന്ന് നീന്തണമെന്ന് പറയാനുണ്ടായി. അതിന് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്കൊന്ന് നീന്താന്നുള്ളൂ. ജസ്റ്റിൻ, ഹൗ വാസ് ദ പ്ലേസ്? സോ ബ്യൂട്ടിഫുൾ. ആ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞടാ? ചേട്ടൻ പറഞ്ഞു ഇവിടുത്തുകാരനാണ്. ചേട്ടൻ അവിടെ ഒരു കട നടത്തുന്നുണ്ട്. പിന്നെ എന്താണ് വെള്ളം ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴാണ് ഇവിടെ തിരക്ക് കൂടുതലെന്ന് പറഞ്ഞു. ചേട്ടൻ വലിയ ഒരു എന്താ പറയാ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. ഐറ്റംസ് സ്നാക്സ് ഒക്കെ ഉണ്ട്. സ്നാക്സ്, കടി, നാരങ്ങാവെള്ളം, ചായ ഒക്കെ ഉണ്ട്. പിന്നെ ചേട്ടൻ്റെ വൈഫ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ടിക്കറ്റ് ജോലി 20 രൂപ കേട്ടോ. 2 സ്ഥലത്ത് എൻട്രി ഉണ്ട്. 5 മണി വരെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ നോക്കി നിൽക്കോട്ടോ. വൈകിട്ട് 5 മണി വരെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 8 മണി തൊട്ട് 5 മണി വരെ ടിക്കറ്റ് കൊടുത്താൽ അങ്ങോട്ട്. അതെ, ബൈക്ക് എടുക്കട്ടെ. നമ്മുടെ ഫ്രണ്ട് ജോണിക്കുട്ടൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് വരാൻ വേണ്ടി തന്നോടെ ചോദിച്ചപ്പോഴത്തേക്ക് കൊണ്ടൊക്കോടെ ചോദിക്കേണ്ട അസുഖം എന്ന് പറഞ്ഞ് തന്നു കേട്ടോ.
ഓക്കെ റൈഡെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തപ്പോഴത്തേക്കും വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി ഇവിടെ. ഇതിൻ്റെ ഈ കീസെറ്റ് ഉണ്ടല്ലേ, കീസെറ്റിൻ്റെ അടിയിൽ ഇഗ്നിഷൻ്റെ ആ ഒരു കണക്ഷൻ വിട്ടുപോയി. എന്നിട്ട് പണി ഇറന്നിട്ട് ഒരു കൂട്ടുകാരൻ വയറൊക്കെ കട്ട് ചെയ്ത് മുറിച്ച് എന്നിട്ട് എങ്ങനെയോ അത് കുറച്ച് നേരം അങ്ങനെ നോക്കിയപ്പോൾ സ്റ്റാൻഡ് ഇടുമ്പോഴാണ് പോകേണ്ടത്, അനക്കുമ്പോൾ പോകേണ്ടത് ഉണ്ട്. കുറേ നേരം കാമണിക്കൂർ നോക്കിയിട്ടാണ് സംഭവം കിട്ടിയത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഇങ്ങനെ വയറ് കട്ടിച്ച് മുറിച്ച് വെച്ച് പിന്നെ ഞാൻ മഞ്ഞഴിക്കത്തെ ചേട്ടൻ്റെ കടയിലേക്ക് കയറിയ അങ്ങോട്ട് കുറച്ച് മുമ്പിലൂർ. ഇവിടെ നേരെ വന്ന പുള്ളിക്കാരൻ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിരുന്നു. പുള്ളിക്കാരൻ എണീപ്പിച്ചിട്ട് സംഭവം അങ്ങോട്ട് സോൾട്ടർ ചെയ്ത് വെച്ച് എല്ലാം അങ്ങോട്ട് റെഡിയാക്കി ഇനി കുട്ടപ്പനായിട്ട് തിരിച്ച് കൊടുക്കണം വണ്ടി. അപ്പം ഇന്നത്തെ പരിപാടിയെല്ലാം കഴിയണ്ട, വണ്ടിയൊക്കെ റെഡിയാക്കി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. ഫ്രണ്ടിൽ കൂട്ടാനെല്ലാം എക്സ്പോൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ കാണാം. വണ്ടിയെല്ലാം ശരിയാക്കി കണ്ടീഷനാക്കി അവന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക പറ്റുമെങ്കിൽ. ഓക്കെ, താങ്ക് യു എവരിവൺ.